ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയ സാങ്കേതിക സാഹചര്യങ്ങളിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പെൺകുട്ടികൾ നേരിടുന്ന അതിഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ലോകത്തെ ടെക് ഭീമന്മാരായ മെറ്റയും മൈക്രോസോഫ്റ്റും മനുഷ്യനെ പഠിക്കാൻ AI സ്പൈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയിൽ നേപ്പാളിൽ ബാലൻ ഷായെ പോലെയുള്ള പുതിയ നേതാക്കൾ പഴയ രാഷ്ട്രീയ സിസ്റ്റത്തെ വെല്ലുവിളിച്ച് വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബൗദ്ധിക യുദ്ധത്തിൽ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർ ബലിയാടുകളാകുന്നുണ്ട്. ചുരുക്കത്തിൽ അധികാരം, ടെക്നോളജി, അതിജീവനം ഇവയുടെ ഒരു വലിയ പോരാട്ടമാണ് ഇന്ന് ആഗോളതലത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പരിശോധിക്കാം ഓരോന്നും. വെൽക്കം ടു ലോക. നമ്മൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ ചിലയിടങ്ങളിൽ ഇന്നും നിയമവും നീതിയും ഒന്നും ബാധകമല്ല എന്ന് തോന്നിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. പ്രത്യേകിച്ച് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, അതും പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക്. അതിർത്തിക്കപ്പുറത്ത് മതത്തിന്റെ പേരിൽ നടക്കുന്ന ക്രൂരതകളെക്കുറിച്ചാണ്, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഇനി. പാകിസ്ഥാനിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ജീവിതം ഒരു നിലയ്ക്കാത്ത ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UN പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റുകയും അവരുടെ പ്രായത്തെക്കാൾ ഇരട്ടിയോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് റാക്കറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഫോഴ്സ്ഡ് റിലീജിയസ് കൺവേർഷൻ കേൾക്കുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന ഈ ഒരു വാക്ക് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ ഇന്നൊരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് പെൺകുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയി നിർബന്ധിതമായി മതം മാറ്റുന്നത്. വെറും 10ഓ 12ഓ വയസ്സുള്ള കുട്ടികൾ പോലും ഇതിന് ഇരയാകുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ഇതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഇതിനു മുന്നിൽ പകച്ചു നിൽക്കുന്നത്? ഇതോടൊപ്പം തന്നെ ഇന്ത്യയിലെ TCS നാസിക് ഓഫീസിൽ നടന്ന മതപരിവർത്തന വിവാദത്തെ ചേർത്ത് വായിക്കാം. ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ ഗൂഢാലോചനയുണ്ടോ? പാകിസ്ഥാനുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് എല്ലാം ഒന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ചില കണക്കുകൾ നോക്കാം. 2026 ഏറ്റവും പുതിയ UN റിപ്പോർട്ട്സ് പ്രകാരം പാകിസ്ഥാനിൽ മതം മാറ്റപ്പെടുന്നവരിൽ 75% ഹിന്ദു പെൺകുട്ടികളാണ്. ബാക്കി 25% ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരും. ഇതിൽ ഭൂരിഭാഗവും നടക്കുന്നത് സിന്ധ് പ്രവിശ്യയിലാണ്. ഇതൊരു സാധാരണ പ്രേമ വിവാഹമോ മറ്റോ ആണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇതൊരു കൃത്യമായ പാറ്റേൺ ആണ്. ദരിദ്രരായ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നു, അവരെ തട്ടിക്കൊണ്ടുപോകുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചതായും തന്നെക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരാളെ വിവാഹം കഴിച്ചതായും കോടതിയിൽ രേഖകൾ എത്തുന്നു. പോലീസ് പലപ്പോഴും ഇതിനെ ലവ് മാരേജ്, പ്രേമ വിവാഹം എന്ന് വിളിച്ച് കേസുകൾ ഒതുക്കുന്നു. കോടതികളിലാകട്ടെ വ്യാജമായി നിർമ്മിച്ച പ്രായം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി ഈ വിവാഹങ്ങൾ നിയമപരമാക്കുന്നു. ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത് മരണഭീഷണി, ബ്ലാസ്ഫമി, ദൈവനിന്ദ കേസുകളുമാണ്. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ചില സ്വാധീന ശക്തികളുണ്ട്. അതിൽ പ്രധാനിയാണ് മിയാൻ മെത്തോ. സിന്ധിലെ ഭാർഷുണ്ടി ഷെരീഫ് ദർഗയിലെ തലവനാണ് ഇയാൾ. നൂറുകണക്കിന് ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റുന്നതിന് നേതൃത്വം നൽകുന്നത് ഇയാളാണെന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പെൺകുട്ടികളുടെ വയസ്സ് രേഖകളിൽ തിരുത്തുന്നു. കോടതിയിൽ പെൺകുട്ടിയെ ഹാജരാക്കുമ്പോൾ അവർ ഭീഷണിക്ക് വഴങ്ങി ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറിയതാണ് എന്ന് പറയാൻ നിർബന്ധിതരാകുന്നു. കാരണം അപ്പുറത്ത് നിൽക്കുന്നവർ തോക്കുധാരികളായ മാഫിയ സംഘങ്ങളാണ്. അവർക്ക് രാഷ്ട്രീയ സംരക്ഷണവുമുണ്ട്. ഇതാണ് പാകിസ്ഥാനിലെ സിസ്റ്റമാറ്റിക് ഫെയിലിയർ. ഇനി നമുക്ക് പുതിയ ചില നിയമപരമായ കാര്യങ്ങൾ നോക്കാം. 2025 ഇസ്ലാമാബാദിൽ ചൈൽഡ് മാരേജ് റിസ്ട്രെയിന്റ് ആക്ട് പാസാക്കി. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18ആയി നിശ്ചയിച്ചു. സിന്ധ് പ്രവിശ്യയിലും ഇത്തരം നിയമങ്ങളുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഈ നിയമങ്ങളൊന്നും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നില്ല. 2026 മാർച്ചിൽ കറാച്ചിയിൽ നടന്ന വലിയൊരു പ്രതിഷേധം ശ്രദ്ധേയമായിരുന്നു. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം കോടതി ശരിവച്ചതിനെതിരെയായിരുന്നു അത്. ശരിയ ലോ പ്രകാരം പ്രായപൂർത്തിയായാൽ വിവാഹം കഴിക്കാമെന്ന വാദമാണ് പലപ്പോഴും ഈ കൊച്ചു പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്നത്. പാകിസ്ഥാനിലെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് പോലും പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നുവെന്നത് ഖേദകരമാണ്. ലോകം മുഴുവൻ ഇതിനെതിരെ വിരൽ ചൂണ്ടുകയാണ്. UN ഹ്യൂമൻ റൈറ്റ്സ് എക്സ്പേർട്സ് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ഈ ക്രൂരതകൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ USCIRF, അതായത് US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം, പാകിസ്ഥാനെ ഒരു കൺട്രി ഓഫ് പെർട്ടിക്കുലർ കൺസേൺ ആയിട്ടാണ് കാണുന്നത്. അതായത് മതസ്വാതന്ത്ര്യം ഒട്ടുമില്ലാത്തൊരു രാജ്യം. ഇനി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ഒരു സിസ്റ്റമാറ്റിക് അറ്റാക്ക് ആണ് എന്നാണ് UN എക്സ്പേർട്സ് പറയുന്നത്. പാകിസ്ഥാൻ സർക്കാർ ഈ വേട്ടക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയൊന്നും എടുക്കുന്നില്ല.
കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കാത്ത അവസ്ഥ അവിടെ നിലനിൽക്കുന്നു. പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളാണ് ഇതിന്റെ പ്രധാന ഇരകളെന്ന് പറയുന്നത്. തങ്ങളുടെ കുട്ടി കാണാതെ ആയെന്ന് പരാതി നൽകാൻ ചെല്ലുന്ന മാതാപിതാക്കളെ തോക്കിൻ മുന്നിൽ നിശബ്ദരാക്കുന്ന ക്രൂരതയാണ് അവിടെ അരങ്ങേറുന്നത്. ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ അക്രമം പോലെ നേരിട്ടുള്ളതല്ല എങ്കിലും ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ നാസിക്കിലുള്ള TCS ഓഫീസിലും നടന്നത് ഒരു ആസൂത്രിത നീക്കമാണെന്ന ആരോപണമുണ്ടായിരുന്നു. ഏകദേശം 8 വനിതാ ജീവനക്കാരാണ് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത്. ജോലി സ്ഥലത്ത് വെച്ച് തങ്ങളെ മാനസികമായി പീഡിപ്പിക്കുകയും ഹിന്ദു വിശ്വാസങ്ങളെ കളിയാക്കുകയും ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ് ഇവരുടെ പരാതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ അകത്തളങ്ങളിൽ പോലും ഇത്തരം മതപരമായ സമ്മർദ്ദങ്ങൾ നടക്കുന്നു എന്നത് എല്ലാവരെയും ഞെട്ടിച്ചു. ടാറ്റ ചെയർമാൻ N. ചന്ദ്രശേഖരൻ ഇതിനെതിരെ ശക്തമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ 0 ടോളറൻസ് പോളിസി ആയിരിക്കും കമ്പനി സ്വീകരിക്കുക. ഇനി ഈ കേസിൽ പാകിസ്ഥാൻ ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ചില ഡിജിറ്റൽ തെളിവുകൾ പുറത്തെ ഏജൻസികളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിലും പോലീസ് ഇതിനെ അതീവ ജാഗ്രതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. മതപരിവർത്തനത്തെ ഒരു ഭീകരപ്രവർത്തനമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇതിനോടകം തന്നെ ഹർജി എത്തിക്കഴിഞ്ഞു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നാസിക് കേസിൽ അറസ്റ്റിലായ പല ജീവനക്കാരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ട്. സംഭവത്തിന്റെ തീവ്രത പരിഗണിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി പാകിസ്ഥാനിലേക്ക് വരാം. പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയും എണ്ണം വർഷാവർഷം കുറഞ്ഞു വരികയാണ്. ഇതിന്റെ പ്രധാന കാരണം ഈ നിർബന്ധിത മതപരിവർത്തനമാണ്. അവിടുത്തെ ലാഹോർ സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം ഓരോ വർഷവും 100 കണക്കിന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തവ ആയിരക്കണക്കിന് വരും. കഴിഞ്ഞ വർഷം പാകിസ്ഥാനിലെ സിന്ധിൽ മാത്രം 1200ഓളം പെൺകുട്ടികൾ ഇത്തരത്തിൽ അപ്രത്യക്ഷമായി എന്നാണ് കണക്ക്. പല പെൺകുട്ടികളെയും പിന്നീട് കണ്ടെത്തുന്നത് ലൈംഗിക അടിമകളായോ അല്ലെങ്കിൽ നിർബന്ധിത വിവാഹത്തിന് ഇരകളായിട്ടോ ഒക്കെയാണ്. ഈ പെൺകുട്ടികളുടെ ഭാവി എന്താണ്? ഒരു സുപ്രഭാതത്തിൽ മതം മാറാൻ നിർബന്ധിക്കപ്പെടുകയും തങ്ങളെക്കാൾ ഇരട്ടിയോ കൂടുതലോ പ്രായമുള്ളവരുടെ കൂടെ കഴിയാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കുട്ടികൾ അനുഭവിക്കുന്ന ട്രോമ, മാനസികാഘാതം വിവരിക്കാൻ തന്നെ പറ്റില്ല. പാകിസ്ഥാൻ വിഷയത്തിൽ UN അംഗരാജ്യങ്ങൾ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് തടയാൻ നിയമം കൊണ്ടുവരണമെന്നും 18 വയസ്സ് വിവാഹപ്രായമായി നിജപ്പെടുത്തണമെന്നും അന്താരാഷ്ട്ര ഏജൻസികൾ ആവശ്യപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും അവിടുത്തെ പ്രാദേശിക മതമൗലികവാദികളുടെ എതിർപ്പ് കാരണം ഈ നിയമങ്ങൾ പാസാക്കാൻ പാക് സർക്കാരിന് കഴിയുന്നില്ല. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ കുറവ്, പൗരന്മാരോടുള്ള വിവേചനം എന്നിവയെല്ലാം ഈ പെൺകുട്ടികളെ കൂടുതൽ വൾണറബിൾ ആക്കുകയാണ്. പല കുടുംബങ്ങളും പേടിച്ച് തങ്ങളുടെ പെൺകുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും തയ്യാറാകുന്നില്ല. അവർ ഭയക്കുന്നത് ഒന്ന് മാത്രമാണ്, ഒരു ദിവസം വൈകുന്നേരം തങ്ങളുടെ മകൾ തിരിച്ചു വരില്ലേ എന്നുള്ളത്. പാകിസ്ഥാൻ ഇന്ന് ഒരു വലിയ സാമ്പത്തികം അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ ഒക്കെ ഭീകരമാണ് മനുഷ്യാവകാശങ്ങളുടെ ലംഘനം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര സമൂഹം വെറും വാക്കുകളിൽ ഒതുക്കാതെ ശക്തമായ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ഈ പാവം പെൺമക്കൾക്ക് രക്ഷയുണ്ടാകൂ. ഫ്രീഡം, സ്വാതന്ത്ര്യം എന്നാൽ നമുക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും ജീവിക്കാനുമുള്ള അവകാശമാണ്. എന്നാൽ ഒരാളുടെ മേൽ ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ അവരെ തട്ടിക്കൊണ്ടുപോയോ മതം മാറ്റുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. അത് പാകിസ്ഥാനിലായാലും ഇന്ത്യയിലായാലും ഒരുപോലെ തെറ്റാണ്. ഇത്തരം ശ്രമങ്ങൾ അത് എവിടെയായാലും അത് മുളയിലേ നുള്ളേണ്ടതുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ശബ്ദം ഉയരേണ്ടത്, അല്ലാതെ വർഗീയ ലാഭത്തിന് വേണ്ടിയാകരുത്. സിലിക്കൺ വാലിയിലെ ടെക് ഭീമന്മാരുടെ ലോകത്ത് ഇപ്പോൾ വീശിയടിക്കുന്നത് വെറും ഒരു കാറ്റല്ല, വലിയൊരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ്. നമ്മൾ സ്മാർട്ട് ഫോണിലും കമ്പ്യൂട്ടറിലും പണിയെടുക്കുമ്പോൾ നമ്മുടെ ഓരോ വിരലനക്കവും നോക്കി നമ്മളെ പഠിക്കുന്ന മെഷീൻസ് വരികയാണ്. കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നാമെങ്കിലും ഇത് സത്യമാണ്. 2026 കൈപ്പുള്ള സത്യമാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ വരും തലമുറയുടെ തന്നെ ഭാവിയെ, ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ശൃംഖലയായ മെറ്റ പ്ലാറ്റ്ഫോംസ് തങ്ങളുടെ 10% ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ്. ഏകദേശം 8,000ഓളം പേർക്ക് മെയ് 20ഓടെ തങ്ങളുടെ തൊഴിൽ നഷ്ടമാകും. പക്ഷേ ഇതൊരു സാധാരണ ലേ ഓഫ് ആണെന്ന് കരുതിയാൽ തെറ്റി. ഇതിന് പിന്നിൽ അതിഭീകരമായൊരു പ്ലാനിംഗ് ഉണ്ട്. മനുഷ്യന്റെ അധ്വാനത്തെ പൂർണ്ണമായും AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ നിർമ്മിത ബുദ്ധി മാറ്റി സ്ഥാപിക്കുന്ന ഒരു വലിയ യുഗത്തിന്റെ തുടക്കമാണിത്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. മാർക്ക് സക്കർബർഗ് തന്റെ കമ്പനിയെ എഫിഷ്യൻസി എന്ന പേരിൽ ഉടച്ചു വാർക്കുകയാണ്. മെറ്റയുടെ ചീഫ് പീപ്പിൾ ഓഫീസർ ജനേൽ ഗീൽ അയച്ച ആഭ്യന്തര മെമ്മോ പ്രകാരം കമ്പനിയിൽ ഇപ്പോൾ വൻതോതിലുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ നടക്കുകയാണ്. സാധാരണ ഇത്തരം വാർത്തകൾ അവസാന നിമിഷം മാത്രമാണ് പുറത്തുവിടാറുള്ളത്. എന്നാൽ ഇത്തവണ ഒരു മാസം മുൻപേ തന്നെ മെറ്റ ഇത് പരസ്യമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ ചോർന്നത് കാരണമാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ജോലി പോകുമെന്ന് ഉറപ്പായ ഒരു ജീവനക്കാരൻ മെയ് 20 വരെ കമ്പനിയിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനസികാവസ്ഥ ആലോചിച്ചു നോക്കൂ. അത്യന്തം സങ്കീർണമായ അവസ്ഥയാണിത്.
ഇനി പിരിച്ചുവിടുന്നവർക്ക് നൽകുന്ന പാക്കേജ് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് 16 വീക്സ് ബേസ് പേ ഉണ്ട്. അതായത് പിരിച്ചുവിടപ്പെടുന്നവർക്ക് 16 ആഴ്ചത്തെ ശമ്പളം ലഭിക്കും. അടുത്തത് സർവീസ് ബോണസ് ആണ്. ഓരോ വർഷത്തെ സേവനത്തിനും അധികമായി 2 ആഴ്ചത്തെ ശമ്പളം. ഇനി 6000 അൺഫിൽഡ് റോൾസ്. പിരിച്ചുവിടലിന് പുറമെ നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന 6000-ഓളം പോസ്റ്റുകൾ ഇനി നികത്തേണ്ടതില്ല എന്നും സക്കർബർഗ് തീരുമാനിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് മെറ്റ ഇത്ര കടുത്ത തീരുമാനമെടുത്തത്? ഉത്തരം വളരെ ക്ലിയർ ആണ്. AI ഇൻവെസ്റ്റ്മെന്റ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ $135 ബില്യൺ തുകയാണ് AI മേഖലയ്ക്കായി മെറ്റ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 3 വർഷത്തെ ആകെ നിക്ഷേപത്തിന് തുല്യമാണ് എന്നത് നമ്മളെ അമ്പരപ്പിക്കും. സക്കർബർഗ് എന്ന ദീർഘദർശി തന്റെ കമ്പനിയെ മെറ്റാവേഴ്സിൽ നിന്ന് AI ഫസ്റ്റ് കമ്പനിയാക്കി മാറ്റുകയാണ്. പണ്ട് വലിയ ടീമുകൾ ചേർന്ന് ചെയ്തിരുന്ന കോഡിംഗ്, ഡേറ്റ അനാലിസിസും ഒക്കെ ഇന്ന് AI ടൂളുകൾ ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നു. വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് വളരെ വിചിത്രമായ ഒരു രീതിയിലാണ്. ദ പീപ്പിൾ ബീയിങ് ഹയർഡ് ആർ നോട്ട് ദ സെയിം പീപ്പിൾ ബീയിങ് ഫയർഡ്. ഇതിന്റെ ലളിതമായ അർത്ഥം ഇതാണ്: സാധാരണ ജോലികൾ ചെയ്തിരുന്ന ആയിരക്കണക്കിന് എഞ്ചിനീയർമാരെ പിരിച്ചുവിടുന്ന അതേ സമയം തന്നെ മറുവശത്ത് മെറ്റ പുതിയ ആളുകളെ നിയമിക്കുന്നുണ്ട്. പക്ഷെ അവർ സാധാരണക്കാരല്ല. 1 കോടി രൂപയിലധികം ശമ്പളം വാഗ്ദാനം ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള AI സ്പെഷ്യലിസ്റ്റിനെയാണ് അവർ ടീമിലെടുക്കുന്നത്. ചുരുക്കത്തിൽ മാൻ പവർ കുറച്ച് കമ്പനി മൈൻഡ് പവർ കൂട്ടുകയാണ്. പഴയ തൊഴിൽ നൈപുണ്യങ്ങൾ, അതായത് ട്രഡീഷണൽ സ്കിൽസ്, അത് പുതിയ കാലത്തെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അപ്രസക്തമാകുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മെറ്റ തങ്ങളുടെ അമേരിക്കയിലുള്ള ജീവനക്കാരുടെ കമ്പ്യൂട്ടറുകളിൽ MCI മോഡൽ കേപ്പബിലിറ്റി ഇനിഷ്യേറ്റീവ് എന്നൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇത് ചെയ്യുന്നത് എന്താണെന്നോ? നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ മൗസ് മൂവ്മെന്റ്സ്, അതായത് മൗസിന്റെ ചലനങ്ങൾ, അതുപോലെ കീബോർഡ് സ്ട്രോക്സ്, കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു പാറ്റേൺ, ആ ഉപയോഗം, സ്ക്രീൻ കണ്ടന്റ് എന്നിവ ഈ സോഫ്റ്റ്വെയർ ട്രാക്ക് ചെയ്യും. എന്തിനാണെന്നറിയാമോ? മനുഷ്യർ എങ്ങനെയാണ് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് എന്നും അവർ ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നതെന്നും പഠിച്ചെടുത്ത് അത് AI മോഡലുകളെ പരിശീലിപ്പിക്കാനാണ് കമ്പനി ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ നിങ്ങളുടെ പകരക്കാരനാകാൻ പോകുന്ന ആ AI റോബോട്ടിനെ പഠിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കുന്നു എന്നർത്ഥം. തങ്ങൾ തന്നെ അറിയാതെ തങ്ങളുടെ കരിയർ അവസാനിപ്പിക്കാൻ സഹായിക്കേണ്ടി വരുന്ന ജീവനക്കാരുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിനെതിരെ കമ്പനിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. മെറ്റ മാത്രമല്ല ഈ ഒരു പാതയിലുള്ളത്. മൈക്രോസോഫ്റ്റും സമാനമായ രീതിയിൽ തന്നെ നീങ്ങുകയാണ്. പക്ഷേ അവർ സ്വീകരിച്ചത് വോളണ്ടറി ബൈഔട്ട് എന്ന മാന്യമായ രീതിയാണ്. അതായത് പ്രായവും ജോലി ചെയ്ത വർഷങ്ങളും ചേർത്ത് 70 പോയിന്റ് എത്തുന്ന ജീവനക്കാർക്ക് സ്വയം വിരമിക്കാനുള്ള ഒരു അവസരമാണ്. ഏകദേശം 8000-ലധികം പേർ ഈ ലിസ്റ്റിൽ വരും. മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല പറയുന്നത് കമ്പനിയുടെ 30% കോഡിംഗ് വർക്കുകൾ ഇപ്പോൾ തന്നെ AI ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ്. അതുപോലെ ആമസോണും ഒറാക്കിളും ചേർന്ന് ഏകദേശം 46,000 പേരെയാണ് ഈ വർഷം മാത്രം പിരിച്ചുവിട്ടത്. വൈറ്റ് കോളർ ജോലികൾ അടുത്ത 18 മാസത്തിനുള്ളിൽ AI കൈക്കലാക്കുമെന്ന മൈക്രോസോഫ്റ്റ് AI ചീഫ് മുസ്തഫ സുലൈമാന്റെ പ്രവചനം ഇപ്പോൾ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ മാറ്റം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. പരമ്പരാഗതമായ കഴിവിനേക്കാൾ പുതിയ കാലത്തെ ടെക്നോളജി, സാങ്കേതിക വിദ്യകളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഇനി പ്രധാനമെന്ന് ചുരുക്കം. കോഡിങ്ങിനേക്കാൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും AI മോഡൽ ട്രെയിനിങ്ങും പ്രധാനമായി മാറുന്നു. AI വിപ്ലവത്തിൽ പിന്നിലായി പോവുകയാണെങ്കിൽ തങ്ങളുടെ അസ്തിത്വം തന്നെ അപകടത്തിലാകുമെന്ന് സക്കർബർഗിനെ പോലെയുള്ളവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യ വിഭവശേഷിക്ക് നൽകുന്ന പ്രാധാന്യം കുറച്ച് ആ പണം മുഴുവൻ AI ചിപ്പുകൾക്കും സെർവറുകൾക്കുമായിട്ട് മാറ്റിവെക്കുന്നു. മെറ്റയുടെ പിരിച്ചുവിടൽ നടപടികൾ മെയ് മാസത്തിൽ പൂർത്തിയാകുമ്പോൾ അത് വെറുമൊരു വാർത്തയായി അവസാനിക്കില്ല. മറിച്ച് മനുഷ്യാധ്വാനത്തിന്റെ മൂല്യത്തെക്കുറിച്ചും ടെക്നോളജിയുടെ അതിപ്രസരത്തെക്കുറിച്ചും ലോകം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കമ്പനികൾ കാര്യക്ഷമതയുടെയും ലാഭത്തിന്റെയും പിന്നാലെ പായുമ്പോൾ അതിനിടയിൽ പെട്ടുപോകുന്ന സാധാരണ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നിയമങ്ങളും നയങ്ങളും ആവശ്യമാണ്. ടെക് ലോകത്തെ ഈ പുതിയ ചലനങ്ങൾ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കം മാത്രമാണ്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് സ്വയം പരിഷ്കരിക്കാനും തയ്യാറെടുക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള ഏക വഴി. ഭാവിയിലെ തൊഴിൽ വിപണിയിൽ മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള മത്സരമല്ല, മറിച്ച് മനുഷ്യന്റെ കഴിവിനെ യന്ത്രങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്നതിലായിരിക്കും ശ്രദ്ധ. എന്നാൽ ഈ മാറ്റത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം ഒഴിവാക്കാനാകില്ല. നിർമ്മിത ബുദ്ധി മനുഷ്യന് പകരക്കാരനാവുകയല്ല, മറിച്ച് മനുഷ്യന്റെ കഴിവിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ലാഭം മാത്രം ലക്ഷ്യമിടുന്ന കോർപ്പറേറ്റ് ലോകത്ത് ഈ ആദർശം എത്രത്തോളം പ്രായോഗികമാകുമെന്ന് കണ്ടറിയണം. നേപ്പാൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മനോഹരമായ പർവ്വതങ്ങളും പശുപതിനാഥ ക്ഷേത്രവും ഒക്കെ ആയിരിക്കാം. എന്നാൽ ഇപ്പോൾ നേപ്പാളിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര സുഖമുള്ളതല്ല. അവിടെ ഒരു പൊളിറ്റിക്കൽ സുനാമി ആഞ്ഞടിച്ചിരിക്കുകയാണ്. നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹൽ എന്ന പ്രചണ്ഡയുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മന്ത്രിമാർ ഓരോരുത്തരായി പടിയിറങ്ങുന്നു. കാഠ്മണ്ഡുവിന്റെ യുവ മേയർ ബാലേന്ദ്ര ഷാ കേന്ദ്ര സർക്കാരിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു.
നേപ്പാൾ എന്ന ഈ അയൽരാജ്യം വീണ്ടും ഒരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ? എന്താണ് സുദൻ കിരാതിയുടെ രാജിയുടെ പിന്നിലെ രഹസ്യം? ഈ ഹിമാലയൻ പൊളിറ്റിക്സിലെ പുതിയ കളി എന്താണ് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ആ രാജിക്കത്തുകളിലേക്ക് വരാം. നേപ്പാൾ രാഷ്ട്രീയത്തിലെ കരുത്തരായ മന്ത്രിമാരായ സുദൻ കിരാതിയും ഗുരുങ്ങും പടിയിറങ്ങിയത് വെറും ഒരു രാജി മാത്രമല്ല, അതൊരു വ്യക്തമായ സിഗ്നലാണ്. പ്രധാനമന്ത്രി പ്രചണ്ഡയുടെ സഖ്യകക്ഷികൾക്കിടയിൽ വിള്ളലുകൾ വീണിരിക്കുന്നു. പ്രചണ്ഡയുടെ ഭരണശൈലിയിൽ വലിയ അതൃപ്തിയാണ് സഖ്യകക്ഷികൾക്കുള്ളത്. സർക്കാർ ജനങ്ങളെ മറക്കുന്നു, കേവലം അധികാരത്തിന് വേണ്ടി ചൈനയുടെയും ഇന്ത്യയുടെയും ഇടയിൽപ്പെട്ടുഴലുന്നു എന്നാണ് രാജിവെച്ചവർ ആരോപിക്കുന്നത്. 2026 ഈ പ്രതിസന്ധി നേപ്പാളിനെ സംബന്ധിച്ച് പുതിയ ഒന്നല്ല എങ്കിലും ഇത്തവണ അത് കൂടുതൽ ഗുരുതരമാകാൻ കാരണം ഭരണകക്ഷിക്കുള്ളിലെ ആഭ്യന്തര കലഹമാണ്. സാംസ്കാരിക ടൂറിസം മന്ത്രിയായിരുന്ന സുദൻ കിരാതിയുടെ രാജി ടൂറിസം മേഖലയെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇത് ഗവൺമെന്റിന്റെ എക്സിറ്റ് പോളിന്റെ തുടക്കമാണോ എന്ന് കണ്ടറിയണം. ഇനി ഈ ഒരു സാഹചര്യത്തിലെ സീനിലെ ഏറ്റവും മാസ് ക്യാരക്ടറിലേക്ക് വരാം. ബാലേന്ദ്ര ഷാ അല്ലെങ്കിൽ ബാലൻ ഷാ. കാഠ്മണ്ഡുവിന്റെ ഈ മേയർ എന്ന നേപ്പാൾ യുവാക്കളുടെ ഹരമാണ്. ഒരു റാപ്പറായിട്ട് വന്ന് സിസ്റ്റത്തെ മുഴുവൻ വെല്ലുവിളിച്ച് മേയറായ വ്യക്തി. ബാലൻ ഷായും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സിംഗദർബാർ അഥവാ നേപ്പാളിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്യില്ലെന്ന് ബാലൻ ഷാ പ്രഖ്യാപിച്ചപ്പോൾ പലരും അതൊരു തമാശയായി കണ്ടു. എന്നാൽ ഇന്ന് 2026 ഏപ്രിലിൽ കാഠ്മണ്ഡു നഗരത്തിന്റെ വികസന കാര്യങ്ങളിൽ കേന്ദ്രം ഇടപെടുന്നത് തടയാൻ അദ്ദേഹം സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരിക്കുകയാണ്. ബാലൻ ഷാ ഉയർത്തുന്ന രാഷ്ട്രീയം പഴയ തലമുറ നേതാക്കൾക്ക് ദഹിക്കുന്നില്ല. നിങ്ങൾ നയം മാറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ സിസ്റ്റം മാറ്റും എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ലൈൻ. ഇത് പ്രചണ്ഡ ഗവൺമെന്റിന് വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ജനപിന്തുണ ബാലൻ ഷായ്ക്കൊപ്പമാണ്. നേപ്പാൾ പ്രതിസന്ധി പറയുമ്പോൾ ഇന്ത്യയെയും ചൈനയെയും മാറ്റിവെക്കാൻ കഴിയില്ല. നേപ്പാൾ ഒരു ബഫർ സ്റ്റേറ്റ് ആണ്. ചൈന തങ്ങളുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് BRI വഴി നേപ്പാളിൽ വലിയ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട്. മറുവശത്ത് ഇന്ത്യ ആവട്ടെ തങ്ങളുടെ ചരിത്രപരമായ ബന്ധം നിലനിർത്താൻ പാടുപെടുന്നു. പ്രചണ്ഡ ഗവൺമെന്റ് വീഴുകയാണെങ്കിൽ അത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാകും. കാരണം നിലവിലെ സർക്കാരിന് ചൈനയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്, പ്രോ ചൈന ടിൽറ്റ് ഉണ്ട്. എന്നാൽ നേപ്പാളിലെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നു. 2026 ഏപ്രിലിലെ ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് പ്രതിനിധികൾ കാഠ്മണ്ഡുവിൽ തമ്പടിച്ച് സഖ്യം നിലനിർത്താൻ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ വിദേശ ഇടപെടലുകൾ നേപ്പാളിലെ സാധാരണ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. രാഷ്ട്രീയത്തിനപ്പുറം നേപ്പാളിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമാണ്. പണപ്പെരുപ്പം ആകാശത്തോളമാണ്. ടൂറിസത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു രാജ്യം രാഷ്ട്രീയ അസ്ഥിരത മൂലം തകരുകയാണ്. മന്ത്രിമാരുടെ രാജി ടൂറിസം മേഖലയിലെ പോളിസികളെ ബാധിച്ചു. കാഠ്മണ്ഡുവിലെ തെരുവുകളിൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. ഭക്ഷണം വേണം, അധികാരം വേണ്ട എന്നതാണ് അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ബാലൻ ഷായെ പോലെയുള്ള നേതാക്കൾ ജനപ്രിയരാകുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ഇത് നേപ്പാളിൽ മറ്റൊരു ജനകീയ വിപ്ലവത്തിന് വഴിവെക്കുമോ എന്ന് ലോകരാഷ്ട്രങ്ങൾ ഭീതിയോടെ നോക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം പ്രചണ്ഡയ്ക്ക് ഈ കടമ്പ കടക്കാൻ കഴിയുമോ എന്നുള്ളത്. ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. സുദൻ കിരാതിയുടെ രാജിക്ക് പിന്നാലെ കൂടുതൽ പേർ പടിയിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭിന്നതകളും KP ശർമ്മ ഒലിയുടെ തന്ത്രങ്ങളും പ്രചണ്ഡയുടെ കസേരയ്ക്ക് ഭീഷണിയാണ്. ഒരു വശത്ത് സഖ്യകക്ഷികളുടെ സമ്മർദ്ദം, മറുവശത്ത് ബാലൻ ഷായുടെ വെല്ലുവിളി. പോരാത്തതിന് ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലെ നൂൽപാലം കളി. പ്രചണ്ഡ എന്ന റിബൽ നേതാവിന് തന്റെ ഭരണവൈഭവം തെളിയിക്കേണ്ട അവസാന അവസരമാണിത്. ഒരുപക്ഷെ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നേപ്പാളിൽ ഒരു പുതിയ പ്രധാനമന്ത്രിയെ നാം കണ്ടേക്കാം. നേപ്പാൾ പോളിറ്റിക്സിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. ബാലൻ ഷാ തന്റെ ഓരോ നീക്കങ്ങളും ഫേസ്ബുക്കിലൂടെയും ടിക്ടോക്കിലൂടെയുമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പരമ്പരാഗത മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഈ രാഷ്ട്രീയ പോരാട്ടങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത്. ഇത് പഴയകാല നേതാക്കളെ പരിഭ്രാന്തിയിലാക്കുന്നുമുണ്ട്. ഡിജിറ്റൽ യുഗത്തിലെ ചാണക്യൻ എന്നാണ് പലരും ബാലൻ ഷായെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നേപ്പാളിലെ ഈ ഒരു രാഷ്ട്രീയ നാടകം എവിടെ അവസാനിക്കും? അത് കണ്ടറിയണം. ഒരു മിഡ് ടേം ഇലക്ഷൻ നേപ്പാളിനെ കാത്തിരിക്കുന്നുണ്ടോ? ബാലൻ ഷാ എന്ന മേയർ നേപ്പാളിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകുമോ? ഹിമാലയൻ മണ്ണിലെ ഈ ഒരു പവർ ഗെയിം ആഗോളതലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നേപ്പാളിലെ ഈ മാറ്റങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാണ്: ജനങ്ങളെ മറന്നുള്ള ഒരു ഭരണവും അധികകാലം മുന്നോട്ട് പോകില്ല, അത് എത്ര വലിയ നേതാവായാലും. ലോകത്തെ നയിക്കുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന ശാസ്ത്രജ്ഞർ നേരിടുന്ന വലിയൊരു ഭീഷണിയെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അമേരിക്കയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലും റിസർച്ച് സെന്ററുകളിലും ജോലി ചെയ്യുന്ന ടോപ്പ് ലെവൽ ശാസ്ത്രജ്ഞർ ഒന്നൊന്നായിട്ട് അപ്രത്യക്ഷമാകുന്നു, അല്ലെങ്കിൽ അവർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. എന്താണ് അമേരിക്കൻ ശാസ്ത്ര ലോകത്ത് നടക്കുന്നത്? ഇതിന് പിന്നിൽ ചൈനയുടെ കരങ്ങളുണ്ടോ? ഇതൊരു സയന്റിഫിക് വാർ ആണോ? എന്തുകൊണ്ടാണ് FBI ഈ കേസുകളിൽ ചൈനീസ് ബന്ധം സംശയിക്കുന്നത്? 1000 ടാലന്റ്സ് പ്രോഗ്രാം എന്ന പേരിൽ ചൈന നടത്തുന്ന
നടത്തുന്ന ആ വലിയ നീക്കം എന്താണ്? എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. അമേരിക്കൻ ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ടുള്ള ചൈനയുടെ ഏറ്റവും വലിയ ആയുധമാണ് 1000 ടാലന്റ്സ് പ്രോഗ്രാം. കേൾക്കുമ്പോൾ കുറച്ച് രസമായിട്ട് തോന്നുമെങ്കിലും അമേരിക്കയുടെ കണ്ണിൽ ഇതൊരു ചാരവൃത്തിയുടെ കേന്ദ്രമാണ്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഹൈ ഇൻസെന്റീവ്സ്, അതായത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർക്ക് ചൈന വൻതുക വാഗ്ദാനം ചെയ്യുന്നു. വൻതോതിലുള്ള ശമ്പളം, മികച്ച ലാബ് സൗകര്യങ്ങൾ, റിസർച്ച് ഫണ്ടിംഗ് എന്നിവയാണ് ഇവരുടെ വാഗ്ദാനം. അത് കഴിഞ്ഞ് ഡ്യുവൽ അഫിലിയേഷൻ. പല ശാസ്ത്രജ്ഞരുടെയും അമേരിക്കൻ സർക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നതിനോടൊപ്പം ചൈനീസ് ഗവൺമെന്റിന് വേണ്ടി രഹസ്യമായി ജോലി ചെയ്യുന്നു. ഇത് അമേരിക്കൻ നിയമപ്രകാരം വലിയ കുറ്റമാണ്. ഇനി IP തെഫ്റ്റ്, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. അമേരിക്ക കോടിക്കണക്കിന് ഡോളർ ചിലവാക്കി വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ ചൈനയിലേക്ക് കടത്തുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ഗൂഢലക്ഷ്യം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അമേരിക്കയിൽ നടന്ന ചില മരണങ്ങൾ നോക്കിയാൽ നമുക്ക് കാര്യം വ്യക്തമാകും. ചൈനീസ് വംശജരായ അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ് ഇതിൽ കൂടുതൽ ഇരകളായിട്ടുള്ളത്. ഉദാഹരണത്തിന് ബിങ് ലിയു എന്ന ശാസ്ത്രജ്ഞന്റെ കേസ് പരിശോധിക്കാം. പിറ്റ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു ഇദ്ദേഹം. COVID-19 വൈറസിനെ കുറിച്ചുള്ള നിർണായകമായ ഒരു കണ്ടുപിടുത്തത്തിന് തൊട്ടരികിലായിരുന്നു ഇദ്ദേഹമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം തന്റെ അപ്പാർട്ട്മെന്റിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടു. കൊലയാളി പിന്നീട് ആത്മഹത്യ ചെയ്തു. ഈ കേസിൽ ഇന്നും ദുരൂഹതകൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഷാങ് ഷൌഷേങ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭനായ ഇദ്ദേഹം പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിന് പിന്നിൽ അമേരിക്കൻ അന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള സമ്മർദ്ദമാണോ അതോ മറ്റെന്തെങ്കിലും വിദേശ ഇടപെടലാണോ എന്നത് ഇന്നും ചോദ്യചിഹ്നമാണ്. അമേരിക്കൻ ഭരണകൂടം ഇതിനെ വെറുതെ വിട്ടിട്ടില്ല. ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് തുടങ്ങിയ ചൈന ഇനിഷ്യേറ്റീവ് ഇതിന്റെ ഭാഗമാണ്. ചൈനീസ് ചാരവൃത്തി തടയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇതിന് ചില തിരിച്ചടികളും ഉണ്ടായി. അതൊന്ന് പരിശോധിക്കാം. റേഷ്യൽ പ്രൊഫൈലിംഗ് ആണ് ആദ്യം. ചൈനീസ് വംശജരായ ശാസ്ത്രജ്ഞരെ എല്ലാവരെയും സംശയത്തോടെ കാണാൻ ഇത് കാരണമായി എന്ന ആരോപണമുണ്ട്. രണ്ടാമതായിട്ട് ഫിയർ ഫാക്ടർ, അതായത് കഠിനാധ്വാനം ചെയ്ത ശാസ്ത്രജ്ഞർ പോലും തങ്ങൾ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന് ഭയന്ന് ജോലി ഉപേക്ഷിക്കാൻ തുടങ്ങി. മൂന്നാമത്തേത് ദ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയാം. ഭയം കാരണം പല ശാസ്ത്രജ്ഞരും അമേരിക്ക വിട്ട് ചൈനയിലേക്ക് തന്നെ പോകാൻ ഇത് കാരണമായി. മിടുക്കന്മാരെ പിടിക്കാൻ നോക്കിയപ്പോൾ അവർ നാടുവിട്ടു എന്ന അവസ്ഥയായി ഇതിനെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. 2026 ഏപ്രിലിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചൈന തങ്ങളുടെ ശാസ്ത്രനയം വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരെ ആകർഷിപ്പിക്കാൻ ചൈന ഇപ്പോൾ ഗ്രീൻ കാർഡ് സൗകര്യങ്ങളും വലിയ റിട്ടയർമെന്റ് ബെനിഫിറ്റുകളും നൽകുന്നുണ്ട്. അതേസമയം അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്നതിന് പുതിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നടക്കുന്നതായും FBI മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശാസ്ത്രജ്ഞർ നേരിട്ട് പോകുന്നതിനേക്കാൾ അവരുടെ ഡിജിറ്റൽ ഫയലുകൾ മോഷ്ടിക്കാനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. വിദഗ്ധർ പറയുന്നത് ഇത് വെറും ഒരു മോഷണമല്ല, മറിച്ച് ഒരു പുതിയ തരത്തിലുള്ള കോൾഡ് വാർ അഥവാ ശീതയുദ്ധമാണ് എന്നാണ്. ആയുധങ്ങൾക്കായിരുന്നു പണ്ട് പ്രാധാന്യമെങ്കിൽ ഇന്നത് നോളജിനാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി, സെമി കണ്ടക്ടർ ടെക്നോളജി, ഈ മേഖലകളിൽ ആര് മുന്നിലെത്തുന്നുവോ അവരായിരിക്കും ലോകത്തെ നയിക്കുക. അതുകൊണ്ട് തന്നെ ഓരോ ശാസ്ത്രജ്ഞനും ഓരോ രാജ്യത്തിനും ഒരു വലിയ അസറ്റാണ്. അവരെ നഷ്ടപ്പെടുന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടത്തിന് തുല്യമാണ്. ശാസ്ത്രം എന്നത് അതിരുകളില്ലാത്ത ഒന്നാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ ശാസ്ത്രജ്ഞർ ബലിയാടാകുന്നത് കാണുമ്പോൾ നമുക്ക് ഭയം തോന്നും. അമേരിക്കയിലെ ഈ നിഗൂഢ മരണങ്ങളും തിരോധാനങ്ങളും ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിനിടയിൽ മനുഷ്യാവകാശങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവും ബലികഴിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എത്രയൊക്കെ വെല്ലുവിളികളും പ്രതിസന്ധികളും വാർത്തകളിൽ നിറഞ്ഞാലും സത്യത്തെയും നീതിയെയും മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇന്നും നമുക്കിടയിലുണ്ട് എന്നതാണ് നമ്മുടെ പ്രതീക്ഷ. പാകിസ്ഥാനിലെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന മനുഷ്യാവകാശ പ്രവർത്തകരും കോർപ്പറേറ്റ് ലോകത്തെ ചൂഷണങ്ങൾക്കെതിരെ പൊരുതുന്ന ജീവനക്കാരും സിസ്റ്റത്തെ മാറ്റാൻ ഇറങ്ങിത്തിരിച്ച ബാലൻ ഷായെ പോലെയുള്ള പുതിയ തലമുറ നേതാക്കളും നമുക്ക് നൽകുന്നത് വലിയൊരു പ്രത്യാശയാണ്. മാറ്റങ്ങൾ എപ്പോഴും വേദനയുള്ളതാകാം, പക്ഷേ അവ പുതിയൊരു ലോകത്തിലേക്കുള്ള വാതിലുകൾ കൂടിയാണ്. അറിവാണ് ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് ലോകം എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. നല്ലൊരു നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്.